ഷാമെ, സുപ്രീം കോടതി നടൻ സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലന്മാരിൽ ഒരാളായ മുകുൾ റോത്തഗിയാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരിക്കുന്നത്. അപ്പോൾ അത്തരം വക്കീലന്മാർ വരുമ്പോൾ തന്നെ അതിനകത്ത് കോടതി സീരിയസ് ആയി കാണും. അപ്പോൾ എന്താണ് അതിനകത്ത് പുതിയ വിവരങ്ങൾ? നമുക്ക് ഈ ജാമ്യം അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണുള്ളത്? മുകുൾ റോത്തഗിയൊക്കെ ഇറക്കിയ രക്ഷപ്പെട്ടു പോകാമെന്ന് മനസ്സിലായി. സീരിയസ് ആയിട്ട് കോടതി ആ വാദത്തേക്ക് കേൾക്കും. ഏറ്റവും ഈ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാർ വരുമ്പോൾ ജഡ്ജി അതിന് വില കൊടുക്കും. ഈ വക്കീലന്മാർ തന്നെ പറയുന്നതാണ്. കാരണം ചില വാദങ്ങൾ അവരുന്നയിക്കുമ്പോൾ ജഡ്ജിക്ക് പോലും ആ പോയിന്റിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റിസ് ബേലാൻ ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ ജസ്റ്റിസ്, രണ്ടുപേരുടെ ബെഞ്ചായത് പരിഗണിച്ചത്. ഇപ്പോ മുകുൾ റോത്തഗി വെച്ച കോടതിക്ക് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട വാദം, ഈ കേസിൽ 8 വർഷമായിട്ട് പരാതിയില്ലാത്ത കേസാണ്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഒരാളുടെ ജാമ്യം നിഷേധിക്കുക, ഏത് ഘട്ടത്തിലാണ് കോടതി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഇയാൾക്ക് ജാമ്യം നൽകിയാൽ ഇയാൾ ഈ കേസിനെ അട്ടിമറിക്കും, അല്ലെങ്കിൽ സാക്ഷിയെ സ്വാധീനിക്കും, പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തും. ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഒരാളുടെ ജാമ്യം കോടതി നിഷേധിക്കാറുള്ളത്. കോടതി നിഷേധിക്കുകയും ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ പോലീസ് കസ്റ്റഡിയിലോ ഒക്കെ അയക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ മുകുൾ റോത്തഗി വെച്ച പ്രധാനപ്പെട്ട വാദം, കഴിഞ്ഞ 8 വർഷവും ഇല്ലാത്ത പരാതി, ഈ 8 വർഷവും പരാതി ഇല്ലെന്നിരിക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ യുവതി തുടർച്ചയായി സിദ്ദിഖിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നിട്ട് ഈ യുവതിക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ 8 വർഷം കൊണ്ട് യുവതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയോ സ്വാധീനിക്കാനോ ആക്രമിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കെ എന്തിനാണ് എന്റെ കക്ഷിക്ക് ജാമ്യം നിഷേധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ ഘട്ടത്തില് നമ്മുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയ, അതാണ് സർക്കാരിന് വേണ്ടി ഹാജരായത്. അപ്പോ അവര് പറഞ്ഞു 29 കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബേലാൻ ത്രിവേദി തിരിച്ചു ചോദിച്ചു, പിന്നെ 29 കേസുകൾ ഉള്ളത് സിദ്ദിഖിനെതിരെയാണോ എന്ന് ചോദിച്ചു. മുകുൾ റോത്തഗി പറഞ്ഞു, ഇത് മുകുൾ റോത്തഗി അപ്പോൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഈ 29 കേസുകളിൽ എല്ലാം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ വന്നിരിക്കുന്ന കേസാണ്. ഇപ്പൊ കോടതി പറഞ്ഞൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോടതി പറഞ്ഞു ഇത് എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും നടക്കുന്ന കാര്യമാണ്, മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കോടതിയെ ചൂടിപ്പിച്ച ഒരു കാര്യം, 8 വർഷം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നെന്ന് സർക്കാരിനോട് ചോദിച്ചു. 8 വർഷമായി ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടും ആ പെൺകുട്ടിയുടെ കാര്യം അന്വേഷിക്കാതെ, എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതിരുന്ന നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് കോടതി വാക്കാൽ പരാമർശം നടത്തി. ഇതെല്ലാം പറഞ്ഞ ശേഷമാണ് അപ്പോ മുകുൾ റോത്തഗി പറഞ്ഞൊരു വാദം, എന്റെ കക്ഷി 365 പിന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, 67 വയസ്സുണ്ട്, ഇന്ന് വരെ ഒരു ക്രൈം പോലും ചെയ്തിട്ടില്ല, ഒരു FIR അദ്ദേഹത്തിനെതിരെ ഇല്ല. അത് സീരിയസ് ആയിട്ടുള്ള ഒരു വാദമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രീവിയസ് ഹിസ്റ്ററി അത് വളരെ പ്രധാനമാണ്. ഏതായാലും 2 ആഴ്ചത്തേക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കുകയാണ്. ഇത് പൂർണ്ണമായ ആശ്വാസമാണ്. ഇതിനി തുടർന്ന് പോകത്തേ ഉള്ളൂ. ഇനി ഇത് ജാമ്യം അത് നീട്ടിപ്പോകത്തേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിനകത്ത് കയറി ഇനിയിപ്പോ ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിടാൻ കോടതി പറയില്ല. പ്രത്യേക പരമോന്നത കോടതിയിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടീഷൻസ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണ്. ആ വിചാരണ കോടതി എന്ന് പറയുന്നത്, പിന്നെ ഇപ്പം ഈ ഇവിടെ ഉള്ള നമ്മുടെ വിചാരണ കോടതി ഇനി കണ്ടീഷൻസ്, അതായത് സിദ്ദിഖ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ള കാര്യം കോടതി പറയും. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കും. അപ്പൊ ഈ കേസിലേക്ക് പോയ 2 പേര്, ഒരു പായിച്ചിറ നവാസ്, അജീഷ് കളത്തിൽ, ഈ 2 പേരെയും കോടതി ശാസിച്ചു. കോടതിയുടെ സമയം പൊതു താല്പര്യ ഈ 2 പേർക്കും ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് ഇരിക്കെ എന്തിനാണ് ഈ ഹർജിയുമായി നിങ്ങൾ വന്നതെന്ന് ചോദിച്ച് കോടതി ശാസിച്ചു. അപ്പോൾ ഇനി ഇത് ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അതായത് പിന്നെ കോടതി പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കുന്നു.
8 വർഷമായി ഈ കുട്ടി പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് കാര്യം ഒളിച്ചു വെച്ചിട്ടില്ല, പക്ഷേ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കുമ്പോഴാണ് നിയമ നടപടികളിലേക്ക് പോകാൻ പറ്റുക. സോഷ്യൽ മീഡിയയിൽ 2 കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ, ഒരു കുട്ടി ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് സ്വമേധയാ ഇതിനകത്ത് ഇടപെടാവുന്നതേ ഉള്ളൂ. അതാണ് കോടതി ചോദിച്ചത്, 8 വർഷമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുമായിരുന്നു? ഇത്ര കാര്യമായി ഇപ്പൊ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി 8 വർഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പൊ 8 വർഷം കാലതാമസം ഈ കേസിനെ കാലതാമസമാണല്ലോ പറയുന്നത്, കോടതിയും പറയുന്നത് അതാണ്. കാലതാമസം ഉണ്ടായി, പരാതിക്ക് കാലതാമസം ഉണ്ടായി. ഇത് ഇനിയുള്ള കേസുകളിലെയും വിധിയെ ഇത് ബാധിക്കും. അതായത് ഈ വിധി, സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്ന ഈ സാധനം ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും കേസുകളിലും ഈ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്, അത് കാലതാമസം ഒരു കോടതി, അതായത് കാലതാമസം ഉണ്ടായാൽ കേസിനെ അത് ബാധിക്കുമെന്നുള്ള സാധനം എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര കാലം കഴിഞ്ഞാലും, നേരത്തെയുള്ള ചില വേർഡിക്റ്റുകൾ നേരത്തെ ഉണ്ട്, എത്ര കാലം കഴിഞ്ഞാലും ക്രൈം തന്നെയാണ് എന്നുള്ള വേർഡിക്റ്റുകൾ വേറെ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ദീർഘകാലം വിദൂര ഫലം ചെയ്യുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ നിഗമനങ്ങളുടെ അഭാവം ഒക്കെ വരുമ്പോഴാണ് കോടതി ഇത്തരത്തിലൊരു തെളിവിന്റെ അഭാവമല്ല, തെളിവിന്റെ അഭാവം പറഞ്ഞ പൊതുവായി ചില കാര്യങ്ങൾ കോടതി പരിശോധിക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ. ആളുകൾ പുറത്തു നിന്ന് പറയുന്നത് പോലെ ആയിരിക്കത്തില്ല കോടതിക്ക്. കോടതി പറഞ്ഞു അവിടെ നടക്കുന്ന കോലാഹലങ്ങളൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ആളുകൾ പലതും പറയും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പലതും ചർച്ച ചെയ്യും. പക്ഷെ കോടതിയുടെ മുമ്പിൽ വരുമ്പോ ആ വാദങ്ങൾ, നിങ്ങളുടെ സ്ഥലത്തെ പബ്ലിക്കിന്റെ ഈ ബഹളം, പൊതു താല്പര്യങ്ങൾ, അതല്ല കോടതിയുടെ വിഷയം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് അതൊരു വിഷയമല്ല, കോടതിക്ക് അതൊരു വിഷയമേ അല്ല. അതായത് ഇദ്ദേഹത്തിന് രക്ഷപ്പെട്ടു. അതായത് ആശ്വാസമാണ്, ഭയങ്കരമായ ആശ്വാസം. ഈ ഇവരുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഇവർക്കൊന്നും ഈ സെല്ലിലൊന്നും പോയി കിടക്കാൻ പറ്റില്ല. സെല്ലിലൊന്നും പോയി കിടക്കാനോ അങ്ങനെയുള്ള മാനസികാവസ്ഥയൊന്നും ഇവർക്കില്ല. ലക്ഷറി ലൈഫ് നയിക്കുന്ന ആളുകളല്ലേ. ലക്ഷറി ലൈഫ്, സെലിബ്രിറ്റിയാണ്, ലക്ഷറി ജയിലിൽ കിടക്കുന്നല്ലാതെ, സെറ്റിനകത്തെ ജയിലിൽ പോയി കിടക്കുന്നല്ലാതെ ഇവരെ അല്ലാണ്ട് കൊണ്ടുപോയി ഇവരെയൊക്കെ സെല്ലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇവര് ഇറങ്ങി വരുമ്പോൾ പരുവായി പോകും. അതാണ് ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ദിലീപിന് ദീർഘകാലം കൊണ്ടുപോയി ജയിലിൽ ഇട്ടപ്പോഴത്തേക്ക് ഇയർ ബാലൻസ് വരെ തെറ്റിപ്പോയി ദിലീപിന്റെ. ഇയർ ബാലൻസ് തെറ്റി ദിലീപിന്റെ പ്രായം ഇപ്പൊ എടുത്തറിയാം നമുക്ക്. പ്രായം നല്ല എടുത്തറിയാം. മുഖത്ത് അത് ടെൻഷന്റെ, അത് ഉള്ളിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട്. ഇനിയും ഞാൻ അവിടേക്ക് തന്നെ പോകേണ്ടി വരുമോ എന്നൊരു ടെൻഷൻ പുള്ളിക്കുണ്ട്. അതിന്റെ ആ ഒരു ഇതാണ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത്. നന്നായിട്ട് അടുത്തൊക്കെ ചെന്ന് നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ, ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. സിനിമകളിൽ അറിയാൻ പറ്റുന്നുണ്ട്. എത്ര മേക്കപ്പ് ഇട്ടാലും സിനിമകളിൽ ഇപ്പൊ പുള്ളിയെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല മുടി കൊഴിയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുടി കൊഴിയുന്നുണ്ട്. ഇവർക്കൊന്നും ഇത് താങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കയറി വന്നപ്പോഴത്തേക്ക് അമ്മ മൊത്തത്തിൽ രാജിവെച്ച് മുങ്ങിയത് എല്ലാവരും കൂടെ? താങ്ങാൻ പറ്റത്തില്ല, ഒരു ഇഷ്യൂസ് ഒന്നും ഇവര് ഫേസ് ചെയ്യില്ല. സിനിമയിൽ ഇവര് ഭയങ്കര അംഗങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര അംഗം കാണിക്കുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അംഗങ്ങളൊക്കെ കാണിച്ചാലും ഒരു ഇഷ്യൂ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ നായക നടന്മാരും കംപ്ലീറ്റ് മുങ്ങികളെ. അവിടെ വെച്ചിരിക്കുന്ന മുഖോത്തേക്ക് ഇവിടെ സിദ്ദിഖ് വെച്ചൊരു വാദം WCCയും അമ്മയും തമ്മിലുള്ള പ്രശ്നമാണ് എന്റെ ഇതിന്റെ കാരണമെന്ന്. പക്ഷെ അവിടെ ഈ വാദമല്ല പ്രധാനപ്പെട്ട വാദമായി മുഖോത്തേക്ക് പിടിച്ചത് തന്നെ ഈ 8 വർഷം ഈ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ 8 വർഷം ഈ കുട്ടി പരാതി പറഞ്ഞിട്ടില്ല, 8 വർഷം കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതേസമയം തന്നെ സോഷ്യൽ മീഡിയ വഴി ഈ കുട്ടി തുടർച്ചയായി ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും സമൂഹത്തിൽ ഇത്രയും ഉന്നതനായി ഇരിക്കുന്ന എന്റെ കക്ഷി ഈ കുട്ടിയെ ഒന്നും ചെയ്തില്ല. അതൊരു പ്രധാനപ്പെട്ട വാദമായിട്ട് കോടതി മുഖവിലേക്കെടുക്കുകയും ഈ കേസിന്റെ നാളത്തേക്കുള്ള ഒരു അതിന്റെ എന്താ പറയുക വയറ് കട്ട് ചെയ്തുള്ള കേസിന്റെ വയറ് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത് നന്നായിട്ട് അറിയായിരുന്നു തോന്നുന്നു. ഈ സർക്കാരിന് അറിയായിരുന്നു. സർക്കാർ പക്ഷേ ഈ ഒരിത് കാണിച്ച് മെറിൻ ജോസഫിനോടൊക്കെ നേരെ ദില്ലി പോകാൻ പറഞ്ഞു. ഇവിടുത്തെ നിയമമന്ത്രി പറഞ്ഞു ഞങ്ങൾ മെറിൻ ജോസഫിനെ ദില്ലിയിലേക്ക് അയച്ചല്ലോ, ഇന്നലെ തന്നെ ദില്ലിയിലേക്ക് അയച്ചല്ലോ. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥ ദില്ലിയിലുണ്ട്, ക്രൈംബ്രാഞ്ച് SP. അന്വേഷണ ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇവർക്ക് അറിയായിരുന്നു ഈ ജാമ്യം കിട്ടും എന്ന്. അല്ല, അവർക്ക് നിയമോപദേശം കിട്ടുമല്ലോ, സർക്കാരിന് മനസ്സിലായി കിട്ടുമെന്ന്. പിന്നെ എന്താ ഇവിടുത്തെ പൊതുജനത്തിന്റെ മുന്നിൽ ഒരു പൊടിക്കൈകൾ കാണിക്കണം, ഞങ്ങൾ ഭയങ്കര എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ ഇരുന്നത്. അതായത് സുപ്രീം കോടതിയിൽ നിന്ന്
ജാമ്യം കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നത് നന്നായി. വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ പരമോന്നത കോടതി തന്നെ രക്ഷിച്ചു വിട്ടല്ലോ. ശരി, ഈ കേസിന്റെ ഗതി എന്താവും നമുക്ക് കാത്തിരുന്ന്. ഈ കേസിന്റെ ഗതി ഒന്നുമില്ല. ഈ കേസ് ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ നീണ്ടു പോയി അവസാനിക്കും. അതങ്ങ് അവസാനിച്ചു.